കന്നുകാലി വിഷയത്തിൽ നിയമസഭയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിയമസഭയിലേക്ക് ആവർത്തിക്കുക എന്ന ലക്ഷ്യം ഇതിന്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കണം. നോട്ട് നിരോധിച്ചതിന്റെ പുറകിൽ പ്രതികരണം കേരളത്തിൽ മാത്രം, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ മാത്രം, അല്ലെങ്കിൽ ത്രിപുരയിൽ മാത്രം, തമിഴ്നാട്ടിലില്ല. ഇപ്പൊ ഈ വിഷയത്തിൽ കേരളത്തിൽ മാത്രം പ്രതിഷേധം. അപ്പൊ പ്രതിഷേധത്തിന്റെ അളവ് അളന്നതിന് ശേഷം ഇതിനെ എങ്ങനെ അടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ്. മുസ്ലിം വ്യക്തിഗത നിയമത്തിലേക്ക് കടക്കും. അടുത്തത് മുനീർ പറഞ്ഞു, ഇത് ഞങ്ങൾ ഇറച്ചി കഴിക്കുന്നവരല്ല എന്ന് പറഞ്ഞു. ഇറച്ചിയുടെ വിഷയമല്ല, അടുത്ത സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡിൽ കൈവയ്ക്കും. അതുപോലെ സ്കോളർഷിപ്പുകളിൽ, ന്യൂനപക്ഷ സംവരണങ്ങളിൽ, ഇതിലേക്കെല്ലാം കുറേശ്ശെ കൈവയ്ക്കുന്നതിന്റെ ഭാഗമാണ്. മാണിസാറ് തുടക്കത്തിൽ എണീച്ചു പറഞ്ഞതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന്. എന്താ ഉദ്ദേശമെന്ന് മനസ്സിലായില്ല. ഭാവിയെ കണ്ടുകൊണ്ടായിരിക്കാം. പക്ഷേ മാണിസാറിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നായ്ക്കളെ കൊല്ലുന്നത് നിരോധിച്ചുകൊണ്ട് മേനകാ ഗാന്ധി പരിസ്ഥിതി മന്ത്രിയായിരിക്കുമ്പോൾ, പണ്ട് BJP ഭരിക്കുമ്പോൾ ഇതുപോലൊരു തീരുമാനമെടുത്തപ്പോൾ നമ്മൾ നായ്ക്കളല്ലേ സാരമില്ല എന്ന് വിചാരിച്ചു. അതിന്റെ ഭവിഷ്യത്ത് ഇന്ന് മനുഷ്യനെ കേരളത്തിൽ നായ്ക്കൾ കടിച്ചു കൊല്ലുന്ന അനേകം സംഭവങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും അത്ര നിസ്സാരമായി കാണരുത്. കേരളത്തിൽ സഭ വിളിച്ചു കൂട്ടിയത് പശുവിനെ കൊല്ലുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണെന്നും ആരും കുറച്ച് കാണരുത്. ഇതിന്റെ പുറകിലുള്ള സംഘപരിവാർ, ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന സംഘപരിവാർ അജണ്ടയും വംശീയ ഹത്യയ്ക്കും തുടക്കം കുറിക്കുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി ഇതിനെ കാണണം. രാജേട്ടനോട് പറഞ്ഞു BJPക്കെതിരെയുള്ള ഒരു മഹാസഖ്യം. അതേ, സമ്മതിക്കുന്നു. ഈ BJPക്കെതിരെ ഈ രാജ്യത്ത് മതേതര വിശ്വാസികളുടെ ഒരു മഹാസഖ്യം അടിയന്തരമായി ഉണ്ടാകുക എന്നുള്ളത് ഭാരതീയന്റെ ആവശ്യമാണ്. അതിലൊരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അംഗീകരിക്കുകയാണ്. അങ്ങനെ ഒരു സഖ്യം ഉണ്ടാകണം. ആ സഖ്യത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ടാകും. നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ രാജ്യത്ത് ഹിറ്റ്ലറുടെ ഭരണം അടിച്ചേൽപ്പിക്കുകയാണ്. നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാനും ഉണ്ണാനും ഉറങ്ങാനും, മോഡിക്ക് ഇന്ത്യയിൽ ഉണ്ണാനും ഉറങ്ങാനും സമയമില്ല. പക്ഷെ നമ്മൾ ഈ രാജ്യത്ത് ഉണ്ടു ഉറങ്ങിയും ജീവിച്ചേ പറ്റൂ. നമുക്ക് ഈ രാജ്യത്തിൽ ഉണ്ണാനും ഉറങ്ങാനുള്ള അവകാശത്തിൽ കൈകടത്താൻ ആർക്കും കഴിയില്ല. ഒരു കാര്യം ഓർക്കണം, മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു. അദ്ദേഹത്തിന്റെ അന്തസ്സും അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയുമാണ് നമുക്ക് നേടിത്തന്നത്. അദ്ദേഹത്തിന്റെ അന്തസ്സിനെ എതിരാളികൾ പോലും ബഹുമാനിച്ചിരുന്നു. സ്വാതന്ത്ര്യ ഭാരതത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഗോവധ നിരോധിച്ചുകൂടെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മത്സ്യമാംസം കഴിക്കുന്ന ആളല്ല, പക്ഷേ ഈ രാജ്യത്ത് മറ്റുള്ളവർ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് നിർദ്ദേശിക്കാൻ എനിക്ക് അധികാരമില്ല, അതെന്റെ അന്തസ്സിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. ആ അന്തസ് മാത്രമേ ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന മോഡിയോടും രാജേട്ടന്റെ പാർട്ടിക്കാരോടും ഒക്കെ ആവശ്യം. ആ അന്തസ്സായിട്ട് പെരുമാറണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഒരു കാര്യം പറയാം, സ്വാതന്ത്ര്യ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് മനുഷ്യനെ നരഹത്യ ചെയ്ത ഇതുപോലുള്ള അക്രമങ്ങൾ, മൃഗസ്നേഹമായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. മൃഗസ്നേഹത്തിലാണ് തുടങ്ങുന്നത്. നോട്ട് നിരോധനം, മൃഗസ്നേഹം, ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ തുടങ്ങി. ശർമാജി പറഞ്ഞ പോലെ അങ്ങനെ തുടങ്ങിയത് ചരിത്രമാണ്. ചരിത്രം ആവർത്തിക്കാൻ പോവാൻ. അങ്ങനെ തുടങ്ങിയ ആ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ജനിച്ചു വീണ ആ നരഭോജിയായ രാക്ഷസ കുഞ്ഞിന്റെ മുഖഛായ 3 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ അധികാരത്തിലെത്തിയ BJP ഗവൺമെന്റിന് ആ രാക്ഷസ കുഞ്ഞിന്റെ മുഖഛായ ഉണ്ട് എന്ന് തോന്നുന്നെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ഈ ശക്തമായ പ്രതിഷേധം, ഇത്തരം അടിച്ചേൽപ്പിക്കൽ, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ കൈകേറി, അവിടുത്തെ ജനങ്ങളുടെ ഭക്ഷണക്രമത്തിൽ കൈകേറി, പാവപ്പെട്ടവന്റെ ആഹാര പാത്രത്തിൽ കൈയിട്ട് വാരുന്ന ഈ നിറകെട്ട ഭരണത്തിനും കേന്ദ്ര ഭരണത്തിനും അതിന്റെ അധികാര ദുർവിനിയോഗത്തിനും അഹങ്കാരത്തിനുമെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഞാൻ ബഹുമാനയുടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ 100% അനുകൂലിക്കുകയാണ് സാർ. എനിക്കിവിടെ ഒരു സംശയം, കഴിഞ്ഞ 2-3 ദിവസമായി BJPയുടെ നേതാക്കന്മാർ വളരെ ആത്മാർത്ഥമായി ഇങ്ങനൊരു ഉത്തരവേ ഇല്ലെന്നാണ് പറയുന്നത്. പശുവിനെയല്ല കാളയല്ല എന്തിനെ കൊന്നാലും അവർക്കെതിരില്ല. ഈ സഭയിലുള്ള ഏക അംഗം ബഹുമാനപ്പെട്ട O രാജഗോപാൽ, അദ്ദേഹം പറഞ്ഞതും എന്തിനെ കൊന്നു, നിങ്ങൾ പ്രമേയമായിട്ട് വരണ്ടെന്നാണ് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇത് ആവശ്യമുണ്ടോ? എനിക്ക് സംശയം. അതായത് BJPയുടെ നേതാക്കന്മാർ കുറേ ദിവസങ്ങളായി കൈയും കാലും ഇട്ട് അടിക്കുകയാണ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയില്ലെന്ന് പറയാൻ. സാർ, ഞാൻ ചോദിക്കട്ടെ സാർ, ഇവിടുത്തെ ഏറ്റവും പ്രമുഖ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹത്തിൻ്റെ പരിസ്ഥിതി റംളാൻ മാസത്തിൻ്റെ തലേ ദിവസം തന്നെ ഈ ഉത്തരവ് ഇറക്കണം എന്നെന്താ മോഡിക്ക് ഇത്ര നിർബന്ധം? റംളാൻ മാസത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് മാംസമാണെന്ന് ആർക്കും അറിയില്ലാത്തത്, നോമ്പ് തുറയെ ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് മാംസ നിരോധനം മാത്രമല്ല, മറ്റു പല ലക്ഷ്യങ്ങളും അദ്ദേഹത്തിനുണ്ട്, യാതൊരു സംശയം വേണ്ട. സാർ, ഒറ്റ കാര്യം കൂടി സാർ, ഇവിടെ ബഹുമാനപ്പെട്ട KM മാണി ഇന്ന് ഏറ്റു ക്രമപ്രശ്നവുമായി. ഞാൻ ഈ സഭയിൽ ഒരു സംശയം ഉന്നയിക്കുക, മോദിയുടെ പോക്ക് എങ്ങോട്ടാ? സാർ, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ രാജ്യത്ത് പ്രസിഡൻഷ്യൽ ഭരണം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കാൽക്കീഴിലാക്കാനുള്ള ശക്തമായ നീക്കം നടത്തുകയാണ് മോഡി എന്നാണ് സാർ എൻ്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട KM മാണിക്ക് ഇന്ന് സഭയിലേറ്റും സംസാരിക്കാൻ പറ്റി. ഈ സഭയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ രാജ്യത്ത് പ്രസിഡൻഷ്യൽ ഭരണം ഉണ്ടാക്കിക്കൊണ്ട്
ഇന്ത്യയിലെ നിയമസഭകളെ പോലും നോക്കുകുത്തിയാക്കി മിണ്ടാൻ കഴിയാത്ത നിലയിലേക്ക് വരാനുള്ള സാധ്യതകളെ ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യണം എന്ന അഭിപ്രായമാണ് സാർ എനിക്കുള്ളത്. യാതൊരു സംശയമില്ല സാർ, നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോവുകയാണ്. ഇതിനടിയിൽ എന്താണ് സാർ നടക്കുന്നത്? ഇതിനടിയിൽ മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, ഭരണപരാജയം, ഇതൊക്കെ ആരും അറിയാതെ സംരക്ഷിക്കപ്പെടുകയല്ലേ സാർ? നമുക്കിതൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവസരം പോലും നൽകാതെ മോഡി ഭരണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു വശത്തോട് ചർച്ച ചെയ്യുന്നു, മോഡി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സാർ, നമ്മുടെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണക്ക് അവതരിപ്പിച്ചു സാർ, ഞാൻ ശ്രദ്ധിച്ചു സാർ. നമ്മുടെ രാജ്യം ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത് 46 കോടി ലിറ്റർ പാലാണ് സാർ. അതായത് ഒരു ദിവസത്തെ ഉൽപാദനത്തിന്റെ മൂല്യം 1840 കോടിയാണ് സാർ. അതില്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ കർഷകന്റെ നില എന്താണ് സാർ? ഞാൻ ഒരു ചെറിയ കാര്യം കൂടി മാത്രമേ സൂചിപ്പിക്കുള്ളൂ സാർ, അധികം നേരം ഒന്നും എടുക്കുന്നില്ല. അങ്ങയുടെ സമയത്തിന്റെ ഇരട്ടി കഴിഞ്ഞു. പ്ലീസ്, ഞാൻ അങ്ങ് മറ്റു പലർക്ക് സമയം കൊടുത്തതുകൊണ്ട് എനിക്ക് തരണമെന്നുള്ള അപേക്ഷയൊന്നും ഞാൻ സമർപ്പിക്കുന്നില്ല. ഞാൻ അതിനെ ചീപ്പാകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അങ്ങ് ഓർക്കണം മറ്റുള്ളവരെ സാർ, അതങ്ങനെ ഒന്ന് ആർത്താ മതി. ഞാൻ അങ്ങനെ ഒരാൾക്ക് സമയം കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നവരൊന്നും സാർ. എനിക്കൊരു ഡിമാൻഡ് ബഹുമാനോട് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, മാംസ വിപണിയിൽ സഹകരണ അടിസ്ഥാനത്തിലുള്ള സംരംഭങ്ങൾ സ്ഥാപിച്ച് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ സംരക്ഷിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ചെയ്യാവുന്ന ചെറുത്തുനിൽപ്പ്. സർ, നവീന അറവുശാലകൾ, പാക്കേജിംഗ്, ശീതീകരണ സംവിധാനങ്ങൾ എന്നിവയ്ക്കുള്ള സാങ്കേതിക വിദ്യയും ഇവ ഉപയോഗിക്കുന്നുള്ള പരിശീലനവും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് നൽകാൻ പദ്ധതി തയ്യാറാക്കാൻ കേരള സർക്കാർ തയ്യാറാകണം എന്നാണ് സാർ എൻ്റെ അഭ്യർത്ഥന. ഒരു കാരണവശാലും ബീഫല്ല സാർ, അത് തന്നെയല്ല, ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും എല്ലാവരുടെയും മതവിശ്വാസം എന്താ സാർ? ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് നമ്മുടെ പരിശുദ്ധ ഖുർആനും പറയുന്നു, വിശുദ്ധ ബൈബിളും പറയുന്നു, ഹൈന്ദവ സംസ്കാരവും പറയുന്നു. അപ്പം പശുവും ആടും പോത്തും ഒട്ടകവും നമുക്ക് വേണ്ടിയാണ്, നമുക്ക് തിന്നാനുള്ളതാണ്. അതിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും കൂട്ടു നിൽക്കാൻ പാടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയത്തെ പൂർണ്ണമായും അനുകൂലിക്കുകയാണ് എന്ന് മാത്രമല്ല, അത് കേരള സമൂഹത്തിനും ഇന്ത്യൻ സമൂഹത്തിനും ഒരു സന്ദേശമായി ഉയർന്നു വരാൻ ഈ സഭാ സമ്മേളനവും ഈ ചർച്ചയും ഉപകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ വേണ്ടി വന്നത് 1960 മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം ഉദ്ധരിച്ചുകൊണ്ട് മെയ് 23 കേന്ദ്ര സർക്കാർ ഇറക്കിയ വിജ്ഞാപനമാണ്. സർ, ആ വിജ്ഞാപനം യഥാർത്ഥത്തിൽ നിയമപരമായും സാംസ്കാരികമായും സാമ്പത്തികമായും രാജ്യത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. സർ, പിന്നീട് തന്നെ ആ നിയമത്തിൽ ചില ഭേദഗതികൾ വന്ന ഘട്ടങ്ങളിലൊന്നും, പ്രത്യേകിച്ച് 2001 അതിൽ വരുത്തിയ ഭേദഗതിയിലും ഭക്ഷണത്തിനായി മൃഗങ്ങളെ കൊല്ലുന്നതിനെ തടഞ്ഞിരുന്നില്ല. പൊതു അംഗീകാരം നൽകുന്ന സമീപനമാണ് സ്വീകരിച്ചത്. സാർ, ഇത്തരത്തിൽ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഒരു മതധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാൻ, ആ മതധ്രുവീകരണത്തെ വർഗീയ കലാപമായി വളർത്തി വികസിപ്പിച്ചെടുത്ത് രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും മതനിരപേക്ഷതയും തകർത്തുകൊണ്ടുള്ള ഒരു ഫാസിസ്റ്റ് ഭീകരഭരണം സ്ഥാപിച്ചെടുക്കാനുള്ള ഹീനമായ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ വിജ്ഞാപനം. സർ, ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണ സഭയിൽ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചൊരു വിഷയം തന്നെയാണ് ഈ ഗോവധ നിരോധനം. സർ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി
നിരവധി അംഗങ്ങൾ മൗലിക അവകാശത്തിൽ ഗോവധ നിരോധനം ഉൾപ്പെടുത്തണമെന്ന് വാദിച്ചപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മഹാഭൂരിപക്ഷം വരുന്ന അംഗങ്ങളും ആ നിലപാടിനോട് യോജിച്ചില്ല. സർ, മൗലിക അവകാശം മനുഷ്യനുള്ളതാണ്. ഭരണഘടനയുടെ മതേതരത്വ സ്വഭാവം ഉയർത്തിപ്പിടിക്കണമെന്ന വാദം കൂടുതൽ ശക്തമായി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൗലികവാദ അവകാശങ്ങൾ ശക്തിപ്പെട്ടു വന്നപ്പോൾ ഗോവധ നിരോധനം അതിൽ നിന്നും പൂർണ്ണമായും മൗലിക അവകാശ വകുപ്പിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. സർ, അങ്ങനെയാണ് പിന്നെ ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തത്. ഭരണഘടനയിലെ ഈ വ്യവസ്ഥയെ ഒരു മതപരമായ പിഴവായി മാറ്റാൻ പിന്നീട് ചിലരെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. സർ, 1958 ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതി മുമ്പാകെ ക്വാരിഷി എന്ന ആൾ ഗോവധ നിരോധനം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തു. ആ കേസിനെ തുടർന്നാണ് 1960 ബഹുമാനപ്പെട്ട മാണി സാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന നിയമം പാസാക്കിയത്.